നമസ്കാരം. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇഡി ആക്രമണ കേസിലെ പ്രതികൾ ഓണം ആഘോഷിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്ത സംഭവം കേരള പോലീസിന് മാത്രമല്ല സകല നിയമ സംവിധാനങ്ങൾക്കും വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തങ്ങളുടെ ഉന്നത സ്വാധീനം പരസ്യമായി കാട്ടി ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താനുമാണ് പ്രതികൾ സ്റ്റേഷന് മുന്നിൽ ഈ ആട്ടവും പാട്ടും നടത്തിയതെന്ന രൂക്ഷമായ വിമർശനവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേസിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഇഡി അഡീഷണൽ ഡയറക്ടർ ഉടൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായി പരാതിക്കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. സംഭവത്തിൽ സ്റ്റേഷൻ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു. സംഭവം നടക്കുമ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന 6 പോലീസുകാർക്ക് വൻ വീഴ്ച പറ്റിയെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 6 പോലീസുകാരെയും ഉടൻ തന്നെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും ഇവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നുമാണ് വിവരങ്ങൾ. സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന CI R പ്രശാന്തിന്റെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഇഡി കേസ് പ്രതികൾ സ്റ്റേഷനിൽ തമ്പടിച്ച് ഓണം ആഘോഷിച്ചതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിഷയം വൻ വിവാദമായതോടെ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ DGP സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലെ പ്രതികൾ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയപ്പോഴാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സ്റ്റേഷനിലെ പോലീസുകാർ ധരിച്ചിരുന്ന അതേ നിറത്തിലുള്ള നീല ഷർട്ടും മുണ്ടും ധരിച്ചാണ് പ്രതികൾ റീൽസ് ചിത്രീകരിക്കാൻ എത്തിയത്. പോലീസുകാർ ഒരുക്കിയ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സ്റ്റേഷൻ വളപ്പിൽ കെട്ടിയ ഊഞ്ഞാലിലാടി ചെണ്ടമേളത്തിനൊപ്പം തുള്ളിച്ചാടിയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ റീൽസ് പങ്കുവച്ചത്. പാർട്ടിക്കാർക്ക് കുടപിടിക്കുന്ന പോലീസുകാർ ഇവർക്ക് യൂണിഫോമിന് സമാനമായ വസ്ത്രങ്ങൾ പോലും വാങ്ങി നൽകിയെന്ന ഗുരുതര ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കാട്ടിക്കൂട്ടിയ ദാസിപ്പണിയുടെ ബാക്കി പത്രമാണ് ചില പോലീസുകാർ ഇപ്പോഴും സ്റ്റേഷനുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് വേണ്ടി അക്രമം അഴിച്ചുവിട്ട് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ പ്രതികളെ ഏതോ വലിയ വീരനായകന്മാരെ പോലെയാണ് ചില പോലീസുകാർ സ്റ്റേഷനിൽ സ്വീകരിച്ചിരുത്തി സൽക്കരിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ കേസ് അട്ടിമറിക്കാനും സാക്ഷികളെ പേടിപ്പിക്കാനും പോലീസ് സ്റ്റേഷൻ തന്നെ വേദിയാക്കുമ്പോൾ തൊപ്പി അഴിച്ചു വെച്ച് കൂടെ നിന്ന് ആടാനും പാടാനും നിൽക്കുന്ന പോലീസുകാരെ ഓർത്ത് നാണം തോന്നണം. ഭരണം മാറിയിട്ടും പഴയ യജമാനന്മാരോടുള്ള അടിമത്തം മാറിയിട്ടില്ലാത്ത ഇത്തരം പോലീസുകാരെ സർവീസിൽ നിന്ന് അടിയന്തരമായി പുറത്താക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം സാധാരണക്കാരന് നീതി ഉറപ്പാക്കേണ്ട പോലീസ് സ്റ്റേഷനുകൾ ക്രിമിനലുകളുടെയും പാർട്ടി ഗുണ്ടകളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.